ഹലോ, പിന്നെ നമ്മളൊരു ക്രിസ്മസ് ഫ്രോക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു മെറ്റീരിയലിൽ സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ്. ഇതൊരു സാരീൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഒരുമാതിരി കുഴവഴാന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലായിരുന്നു. അപ്പോൾ തയ്ക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ലൈനിങ് ക്രേപ്പിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈനിങ്ങിൽ നമ്മൾ നെക്കും ആം ഹോളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല പീസിൽ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം തിരിച്ച് പതിച്ചടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്ലീവ് ഒരു ഫ്രില്ല് സ്ലീവ് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ആം ഹോളും കൂടെ നെക്കിനൊപ്പം പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മറച്ചെടുത്തിട്ട് നല്ല രീതിയിൽ പതിച്ചടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ മെറ്റീരിയൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിയുന്ന ഒരു മെറ്റീരിയലായിരുന്നു കേട്ടോ. അപ്പം ഇതേപോലെ കുറച്ച് ബുദ്ധിമുട്ടി തയ്ക്കാനായിട്ട് അപ്പം ഇങ്ങനെ പതിച്ചടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ചെറിയ വരുമാനം വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത്യാവശ്യം മെഷീൻ ചവിട്ടാനും ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണെങ്കിലും ചെറിയ രീതിയിൽ തയ്യലൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് മോഡലൊക്കെ തയ്ക്കുന്നത് തന്നെ ഞാൻ യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോസൊക്കെ കണ്ടു നോക്കി നമ്മുടേതായ ഐഡിയയും കൂടെ ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ തയ്ക്കുന്നത്. അപ്പം ഞാൻ ബാക്ക് പീസും ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബാക്കിൽ ഒരു സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓരോ സിബ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അങ്ങനെ ആം ഹോൾ കട്ടിങ് അങ്ങനെയുള്ള ഓരോ വീഡിയോസും പ്രത്യേകം നമുക്ക് യൂട്യൂബിൽ തന്നെ നോക്കിയാൽ കിട്ടും. താല്പര്യമുള്ളവരൊക്കെ ഇതേപോലെ യൂട്യൂബിൽ നോക്കിയിട്ടൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു വരുമാനം ഉണ്ടാക്കാനൊക്കെ പറ്റും. കുട്ടികളുടെ ഡ്രസ്സൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വലിയവരുടെ ഡ്രസ്സുകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഫ്രണ്ടും ബാക്കും ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ ലൈനിങ്ങായിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ക്രേപ്പിൻ്റെ മെറ്റീരിയൽ താഴത്തെ സ്കർട്ട് ഭാഗം വരുന്നത് ഞാൻ അംബ്രല്ല മോഡലിൽ കട്ട് ചെയ്തിട്ട് നല്ല പീസ് ഫ്രില്ലിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതേപോലെ രണ്ട് പീസും പതിച്ചടിച്ച് ഈ സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് നമുക്ക് സിബ് ഇതേപോലെ ഇവിടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ചെറിയൊരു പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മെഷർമെൻറ്റൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ കൂടെ ഞാൻ വേറൊരു ഫ്രോക്കും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ലൈനിങ്ങും നല്ല പീസും കൂടെ സ്കർട്ട് ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കെട്ടാനായിട്ടൊരു ടൈയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിൽ. അപ്പോൾ ഇതേപോലെ ഫ്രിൽഡ് സ്ലീവ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വേറൊരു ഫ്രോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.